ഹലോ മക്കളെ, അതുൽ സാറാണ് ഇന്റർവ്യൂവിൽ നിന്ന്. ഇപ്പൊ നമ്മൾ 9th സ്റ്റേറ്റ് ബാച്ചിന്റെ എക്സാമിന് എത്തിക്കഴിഞ്ഞു. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ബയോളജി സബ്ജക്റ്റിന്റെ ഒരു റിവിഷൻ ക്ലാസ്, അതേപോലെ തന്നെ എക്സാം ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ ചാപ്റ്റേഴ്സിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്ന് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. നമുക്ക് യൂണിറ്റ് 1 ടു ലൈഫ് പ്രോസസ്സസ്, ജീവൻ പ്രക്രിയയിലേക്ക്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ബയോമോളിക്യൂൾസ്. നമുക്കറിയാം, നമ്മുടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ചില വസ്തുക്കളെയാണ് നമ്മൾ ബയോമോളിക്യൂൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ബയോമോളിക്യൂൾസിന് എക്സാമ്പിൾ പഠിക്കാൻ നമുക്ക് പഠിക്കാനുള്ള ബയോമോളിക്യൂൾസ് ആണ് കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്. കാർബോഹൈഡ്രേറ്റുകൾ, ലിപ്പിഡുകൾ, പ്രോട്ടീനുകൾ, ന്യൂക്ലിക് ആസിഡുകൾ. ഇനി ഓരോ ബയോമോളിക്യൂളും അവയ്ക്ക് ഉള്ള എക്സാമ്പിളും പഠിക്കാം. കാർബോഹൈഡ്രേറ്റുകൾ അത് കൂടുതലും നമ്മുടെ റൈസ്, വീറ്റ്, അതേപോലെ പൊട്ടേറ്റോ, ടപ്പിയോക്കോ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ബയോമോളിക്യൂൾ ആണ് കാർബോഹൈഡ്രേറ്റ്. ഈ കാർബോഹൈഡ്രേറ്റ് പല ഫുഡ് ഐറ്റംസിലും പല ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റോറേജ് ഫോംസ്, ഈ കാർബോഹൈഡ്രേറ്റുകളുടെ എക്സാമ്പിൾ പഠിക്കാം. എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. അപ്പൊ ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ഡിഫറെന്റ് ഫോംസിന്റെ എക്സാമ്പിൾ പഠിക്കാം. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഇനി നെക്സ്റ്റ് ലിപ്പിഡ്സ്. കൂടുതലും ഫ്രൈഡ് അല്ലെങ്കിൽ ഓയിൽ കണ്ടന്റ് ഉള്ള ഫുഡ് ഐറ്റംസിലാണ് ഈ ലിപ്പിഡ്സ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ലിപ്പിഡ്സിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ, ഫാറ്റ്സും ഓയിൽസും പഠിക്കാം. ഇനി പ്രോട്ടീൻ, നമ്മുടെ ജിമ്മന്മാർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ് പ്രോട്ടീൻ. പ്രോട്ടീന്റെ ക്ലാസിഫിക്കേഷൻ ആണ് എൻസൈംസ്, ഹോർമോൺസ്, ആന്റിബോഡി. പ്രോട്ടീനുകള് നമുക്ക് എൻസൈമുകൾ, ഹോർമോണുകൾ, ആന്റിബോഡികൾ എന്ന് നമുക്ക് തരംതിരിക്കാം. ലാസ്റ്റ് ന്യൂക്ലിക് ആസിഡ്സ്, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ, നമ്മുടെ പാരമ്പര്യത്തെ തീരുമാനിക്കുന്ന ന്യൂക്ലിക് ആസിഡുകൾ രണ്ട് തരമാണ്, DNA, RNA. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഷുവർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ. നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതേ ടേബിൾ നമ്മുടെ അടുത്ത് ഫില്ല് ചെയ്യാൻ പറയും. ഈ ബയോമോളിക്യൂളിന്റെ ക്ലാസിഫിക്കേഷൻ കാണിക്കുന്ന ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ പറഞ്ഞ ബയോമോളിക്യൂളും അതിന്റെ എക്സാമ്പിൾ നമുക്ക് മാച്ച് ചെയ്യാൻ പറയും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ പറഞ്ഞു, നമ്മൾ ബയോമോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്മൾ ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ നമ്മൾ ആ ഫുഡ് ഐറ്റംസ് എന്നുള്ള എനർജി നമ്മൾ നമ്മുടെ സെല്ല് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഫുഡ് ഐറ്റംസ്, ഡിഫറെന്റ് പാർട്ടിക്കിൾസ് സെല്ലിന് ഉള്ളിലേക്ക് എത്തുന്നത്. അപ്പൊ ഡിഫറെന്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം അമീബ. ഒരു ഒറ്റ സെല്ലുള്ള യൂണിസെല്ലുലാർ ആയിട്ടുള്ള അമീബ. അമീബന്റെ കേസിലാണെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്ന് സെല്ലിനുള്ളിലേക്ക് സൈറ്റോപ്ലാസം, സെല്ലിനുള്ള സൈറ്റോപ്ലാസത്തിലേക്ക് അതിന്റെ സെൽ മെംബ്രെയിൻ വഴിയാണ്, കോശസ്തരം വഴി. അമീബന്റെ സ്ട്രക്ചർ എടുത്താൽ കാണാൻ പറ്റും നമുക്ക്. അവിടെ ഈ കാണുന്ന കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ വഴിയാണ് അമീബ പാർട്ടിക്കിൾസിനെ, സബ്സ്റ്റൻസിനെ സെല്ലിന് ഉള്ളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഏകകോശ ജീവിയായ അമീബയിൽ അതിന്റെ കോശസ്തരം വഴിയാണ്. ഇനി ആനിമൽസ്, നമ്മളെ പോലുള്ള മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരുപാട് സെല്ലുള്ള ആനിമൽസ്, മൃഗങ്ങള് ഇതേപോലെ തന്നെ അവരുടെ സെൽ മെംബ്രെയിൻ വഴിയാണ് സബ്സ്റ്റൻസിനെ ഉള്ളിലേക്ക് എടുക്കുന്നത്. വിവിധതരം വസ്തുക്കളെ ഉള്ളിലേക്ക്, കോശത്തിന്റെ ഉള്ളിലേക്ക്, കോശത്തിനുള്ളിലേക്ക് സെൽ മെംബ്രെയിൻ വഴിയാണ്, കോശസ്തരം വഴിയാണ് സബ്സ്റ്റൻസിനെ ഉള്ളിലേക്ക് എടുക്കുന്നത്. ഇനി ചെടികൾ, പ്ലാന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അവയ്ക്ക് 3 മെത്തേഡ് ഉണ്ട്. ആ 3 മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ സെൽ വോൾ, പ്ലാന്റ്സിന് മാത്രമാണ് സെൽ വോൾ കാണുന്നത്. അപ്പൊ കോശഭിത്തി അതുവഴിയും, അതേപോലെ തന്നെ ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്, ആ സെൽ വോളിൽ കാണുന്ന ചെറിയ ചെറിയ സുഷിരങ്ങൾ കാണാൻ പറ്റും. ഇതേപോലെ സെൽ വാളിന് ചുറ്റുമായിട്ട് നമുക്ക് ചെറിയ ചെറിയ സുഷിരങ്ങൾ കാണാൻ പറ്റും. അപ്പൊ ആ സെൽ വോൾ വഴിയുമാണ് ആദ്യമായിട്ട് പ്ലാന്റ്സ് സബ്സ്റ്റൻസുകളെ സെല്ലിനുള്ളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ സെൽ വോളും കോശഭിത്തിയും അതേപോലെ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ. രണ്ടാമത്, പ്ലാന്റ് സെല്ലുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കണക്ഷൻ ഉണ്ട്, അതാണ് പ്ലാസ്മോഡെസ്മാറ്റ. നമുക്ക് ഒരു കോശത്തിൽ നിന്ന് അടുത്ത കോശത്തിലേക്ക് പദാർത്ഥങ്ങളെ വച്ചു മാറാനായിട്ട് ഇതേപോലെ പ്ലാസ്മോഡെസ്മാറ്റ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ പ്ലാസ്മോഡെസ്മാറ്റ വഴിയാണ് രണ്ടാമത് സസ്യങ്ങള് വിവിധ കോശദ്രവ്യത്തിലേക്ക്
സാധനങ്ങളെ പ്രവേശിപ്പിക്കുന്നത്. ഇനി മൂന്നാമത് മറ്റൊന്നിലൂടെയല്ല, പ്ലാസ്മ തരത്തിലൂടെ. അപ്പൊ ഇങ്ങനെ 3 മെത്തേഡ് വഴിയാണ് സസ്യങ്ങള് വിവിധ പദാർത്ഥങ്ങളെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും ആന്തര പരിസ്ഥിതിയിലേക്ക് എത്തിക്കുന്നു. നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് തന്നെ സെൽ വോളിൽ കാണുന്ന മൈന്യൂട്ട് സ്പോസിലൂടെ, പിന്നീട് പ്ലാസ്മോഡെസ്മാറ്റ, സൈറ്റോപ്ലാസങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് പ്ലാസ്മോഡെസ്മാറ്റ കാണാൻ പറ്റും, ആ പ്ലാസ്മോഡെസ്മാറ്റയിലൂടെ. മൂന്നാമത് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് അതിന്റെ പ്ലാസ്മ മെംബ്രെയിൻ വഴി, പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ വഴി. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട രണ്ടാമത്തെ ചോദ്യം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് നിങ്ങൾ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ. ഹരിത കണം കാണപ്പെടുന്ന ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ പഠിക്കണം. നമ്മുടെ ക്ലോറോഫില്ല് കാണുന്ന ഫോട്ടോസിന്തസിസ് നടക്കുന്ന ലീഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗൻ ആണ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ പഠിക്കാൻ നമുക്ക് 2 മെംബ്രെയിൻ ഉണ്ട്. അതിനെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് ഔട്ടറും അതേപോലെ തന്നെ ഇന്നർ മെംബ്രെയിൻ കാണാൻ പറ്റും. അതേപോലെ ബാഹ്യഭാഗത്തെയും ആന്തരഭാഗത്തെയും വേർതിരിക്കുന്ന 2 സ്ഥലങ്ങൾ കാണാൻ പറ്റും നമുക്ക്, ഔട്ടർ മെംബ്രെയിനും അതേപോലെ ഇന്നർ മെംബ്രെയിനും. ഇനി ഇതിന്റെ ഉള്ളിൽ കാണുന്ന ഒരു ഫ്ലൂയിഡ്, ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്ന ഫ്ലൂയിഡ് ആണ് സ്ട്രോമ. ഈ സ്ട്രോമയിൽ നമുക്ക് ചെറിയ ചെറിയ സാക്കുകൾ കാണാൻ പറ്റും. ആ സാക്കുകളാണ് തൈലകോയിഡ്സ്. ഈ തൈലകോയിഡ്സ് കാണപ്പെടുന്ന ഈ സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്രാന. ഗ്രാനയ്ക്ക് ചുറ്റുമാണ് നമുക്ക് തൈലകോയിഡ്സ് കാണാൻ പറ്റുന്നത്. ഇനി ഓരോ ഗ്രാനയിനെയും മറ്റൊരു ഗ്രാനയായിട്ട് കണക്ട് ചെയ്യുന്ന സ്ട്രോമല്ല, ലാമല്ല കൂടിയുണ്ട്. ഇത്രയാണ് ക്ലോറോപ്ലാസ്റ്റ് സ്ട്രക്ചർ. ഇത് നിങ്ങൾ എന്തായാലും വരയ്ക്കാനും അതേപോലെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും പഠിച്ചു വെക്കാം. ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. 2 മെംബ്രെയിൻ ഉണ്ട്, സ്ഥലമുണ്ട്, ബാഹ്യസ്ഥലം, ആന്തരസ്ഥലം. അതിനുള്ളിൽ കാണപ്പെടുന്ന ദ്രാവക ഭാഗമാണ് സ്ട്രോമ. സ്ട്രോമയിൽ നമുക്ക് ഗ്രാന കാണാൻ പറ്റും. ആ ഗ്രാനയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫോട്ടോസിന്തസിന്റെ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. തൈലകോയിഡുകൾ കാണാൻ പറ്റും, തൈലകോയിഡ് അതിന് ചുറ്റും കാണുന്നുണ്ട്, സ്ഥലസഞ്ചിയാണ്. പിന്നീട് ഈ ഓരോ ഗ്രാനയിനെ കണക്ട് ചെയ്യുന്ന സ്ട്രോമ, ലാമല്ല കാണാൻ പറ്റും. ഇത്രയാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ. പഠിക്കണം നമുക്ക്. ഇതൊന്നില്ലെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറയും, അല്ലെങ്കിൽ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പറയും. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട ലാസ്റ്റ് ടോപ്പിക് ആണ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസും അതിന്റെ 2 റിയാക്ഷൻസ്, ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഡിഫറൻസുകൾ ചോദിക്കും. അപ്പൊ നമുക്കറിയാം, ലൈറ്റ് ഫേസിൽ പ്ലാന്റ് എന്താ ചെയ്യുന്നത്? പ്ലാന്റ് അബ്സോർബ് ചെയ്ത വാട്ടറിനെ ലൈറ്റ് റിയാക്ഷൻ, ലൈറ്റിന്റെ പ്രസൻസിൽ സ്പ്ലിറ്റ് ചെയ്ത് വാട്ടർ H+ ഓക്സിജൻ ആയിട്ട് മാറുന്നു. ഓക്സിജൻ റിലീസ് ചെയ്യപ്പെടുന്നു. പിന്നീട് ATP ഉപയോഗിച്ച് സൺലൈറ്റിന്റെ പ്രസൻസിൽ ഇവയെ, ഈ പറഞ്ഞ H+നെയും പ്ലാന്റ് അബ്സോർബ് ചെയ്ത കാർബൺ ഡയോക്സൈഡിനെയും ഡാർക്ക് റിയാക്ഷനിൽ എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അപ്പൊ നമുക്ക് 2 സ്റ്റെപ്പ് നോക്കാം. ആദ്യത്തെയാണ് പ്രകാശഘട്ടം അഥവാ ലൈറ്റ് ഫേസ്. ടേക്ക് പ്ലേസ് ഇൻ ഗ്രാന, ഗ്രാനയിലെ വെച്ച് നടക്കുന്ന ടേക്ക് പ്ലേസ് ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ്. ലൈറ്റ് അത്യാവശ്യമാണ്, പ്രകാശം അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ പ്രകാശ ഫേസ് എന്ന് പറയുന്നത്, നമ്മൾ ലൈറ്റ് ഫേസ് അറിയപ്പെടുന്നത്. ഇവിടെ വെച്ച് എന്ത് നടക്കുന്നു? വാട്ടർ സ്പ്ലിറ്റ്സ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. വെള്ളം ഹൈഡ്രജനും അതേപോലെ ഓക്സിജനുമായിട്ട് വിഭജിക്കുന്നു. എക്സ്പെൽസ് ഓക്സിജൻ, ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. ഹൈഡ്രജൻ റീച്ചസ് എ സ്ട്രോമ, ഹൈഡ്രജൻ ഗ്രാനയിൽ നിന്ന് സ്ട്രോമയിലേക്ക് എത്തുന്നു. ATP എനർജി മോളിക്യൂൾ ഇസ് പ്രൊഡ്യൂസ്ഡ്. ഈ ഒരു ഘട്ടത്തിൽ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രകാശഘട്ടം നമ്മൾ പറഞ്ഞു, ഗ്രാനയിൽ വെച്ച് നടക്കുന്നു, പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു. ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു. ഓക്സിജൻ പുറന്തള്ളുന്നു. ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തുന്നു. ഊർജ്ജ തന്മാത്രയായ ATP ഉണ്ടാകുന്നു. ഇവിടെ വെച്ച് എന്തൊക്കെ ഉണ്ടായി? നമ്മുടെ ജലം വിഭജിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറി. വാട്ടർ ഡിസോസിയേറ്റഡ് ഇൻ ടു ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ. ദെൻ ഓക്സിജൻ റിലീസ് ചെയ്യപ്പെടുന്നു. അവിടെ ഈ ഒരു സ്റ്റേജിൽ ATP, ഊർജത്തിന്റെ സ്രോതസ്സായ ATP ഉൽപ്പാദിപ്പിക്കുന്നു. അതേപോലെ ഹൈഡ്രജൻ നമ്മുടെ സ്ട്രോമയിലേക്ക് എത്തുന്നുണ്ട്. ഇനി ഡാർക്ക് റിയാക്ഷൻ നോക്കാം നമുക്ക്. ഇരുണ്ട ഘട്ടം എവിടെ വെച്ച് നടക്കുന്നു? സ്ട്രോമയിൽ. ടേക്ക് പ്ലേസ് ഇൻ സ്ട്രോമ. ലൈറ്റ് ഇസ് നോട്ട് യൂസ്ഡ്. നമ്മുടെ സ്ട്രോമയിൽ വെച്ച് നടക്കുന്ന ലൈറ്റ്, പ്രകാശത്തിന്റെ ആവശ്യമില്ല. ഹൈഡ്രജൻ ആൻഡ് ATP റിക്വയർഡ് ഫോർ ദിസ് ഫേസ് ഇസ് ഒബ്റ്റെയിൻ ഫ്രം ലൈറ്റ് ഫേസ്. നമുക്ക് ഇരുണ്ട ഘട്ടത്തിന് ആവശ്യമായ ഹൈഡ്രജനും അതേപോലെ ഊർജ്ജത്തിന് തന്മാത്രകളുമായ ATPയും
നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ലൈറ്റ് റിയാക്ഷൻ നിന്ന് കിട്ടുന്നു, പ്രകാശഘട്ടത്തിൽ നിന്ന് ലഭിക്കുന്നു. ഇവിടെ വെച്ച് ഗ്ലൂക്കോസ് ഇസ് ഫോംഡ് ബൈ കമ്പൈനിങ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഈ ഒരു ഘട്ടത്തിൽ എന്താ, എ ടി പിയും ഹൈഡ്രജനും ഒരുമിച്ച് ഇവിടെ വെച്ച് നമുക്ക് ഗ്ലൂക്കോസ് ലഭിക്കുന്നു. ഇതാണ് നമ്മുടെ ഇരുണ്ട ഘട്ടം. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഈ പറഞ്ഞ 4 ടോപ്പിക്സ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് പഠിക്കണം. ഈ പറഞ്ഞ 4 ടോപ്പിക്കിൽ നമുക്ക് എന്തായാലും എക്സാമിന് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും ഈ ഒരു ടോപ്പിക്ക് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 2 എത്തുന്നതായിരിക്കും.